ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഹോം ടൂർ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒരുപാട് നാൾ വിചാരിച്ചിട്ട് നടക്കാത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോ നമ്മുടെ വീട് കണ്ടാലോ? ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഗേറ്റ് തുറന്ന് കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ വീടിന്റെ മുൻഭാഗം ഇരിക്കുന്നത്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ കാർ പോർച്ച് ആണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് ഇരിക്കുന്നത് വസ്തുവിന്റെ ഒരു സൈഡിലോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. വീടിനകം കാണുന്നതിന് മുന്നേ നമുക്ക് പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ട് കാണാൻ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം. ഇവിടെയും നമ്മുടെ കാർ പോർച്ച്, അവിടെയും നമ്മുടെ കാർ പോർച്ച് ആണ്. അവിടെ ടൂ വീലേഴ്സ് ആണ് വെക്കുന്നത്. ടൂ വീലേഴ്സും പിന്നെ ഹെയ്നുവിന്റെ പാർക്കിംഗ് അവിടെയാണ് കേട്ടോ. അവന്റെ ജീപ്പ്, ടോയ്സ്, വലിയ വലിയ ടോയ്സ് ഒക്കെ പുറത്താണ്. പുറത്ത് അവൻ കളിക്കുന്ന ടോയ്സ് ഒക്കെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ഇവിടെ അവന്റെ പാർക്കിംഗ് ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവന്റെ ജീപ്പ്, അവന്റെ ചെയർ, അവന്റെ ടോയ്സ് ഒക്കെ കുറെ ഉണ്ട്. പിന്നെ ടൂ വീലർ രണ്ടും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ ലക്കി തളയ്ക്കുന്ന സ്ഥലമാണിത്. നമ്മുടെ മെയിൻ ലക്കി ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇവിടെ ഡ്രസ്സൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറയാണ്, ഇതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വീട് എങ്ങനെയാണോ എന്നും കിടക്കുന്നത് അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ലക്കിയെ തലയ്ക്കുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഈ ഏരിയയിലോട്ടാണ്. ഈ ഏരിയയിൽ എന്ന് പറയുന്നത് അമ്മയുടെ പൂന്തോട്ടം ഇവിടെയാണ്. ഫുള്ള് അമ്മ നട്ട് വളർത്തിയ ചെടികളും പൂക്കളും കായ്കളും ഒക്കെയാണ് ഇവിടെ. ഇതിൽ വാങ്ങിച്ച് നട്ടതും ഉണ്ട്, മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് കട്ടെടുത്തതും ഉണ്ട് കേട്ടോ. സഹോദരിമാരുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ഇതാണ് പണി. ഈ പൂ കണ്ടോ? ഈ പൂ ആക്ച്വലി ഇത് നമ്മൾ വളർത്തിയതോ വിത്തിട്ടതോ ഒന്നുമല്ല. ജസ്റ്റ് വിത്ത് വീണ് മുളച്ച് വന്ന ഇപ്പം നിറയെ പൂക്കളുണ്ട് കേട്ടോ. അമ്മ നട്ടേന് പോലും ഇത്രയും പൂ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ അമ്മ? അതെ. അപ്പൊ ഇതെല്ലാം ഇത് കട്ടെടുത്ത കേട്ടോ. ഇത് ഇവിടെ ഏതോ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടിട്ട് അതിന്റെ ഓക്കെ, നമ്മുടെ വീഡിയോസിൽ ഇടയ്ക്ക് കാണാറുള്ള കുഞ്ഞാറ്റയുണ്ട്. കുഞ്ഞാറ്റയുടെ വീട്ടിൽ നിന്ന് കട്ടെടുത്തിട്ട് അത് വർഷങ്ങൾ കൊണ്ട് അതിന്റെ കമ്പ് ഒടിച്ചൊടിച്ചൊടിച്ച് അവിടെ നട്ട് ഇങ്ങനെ വലുതാക്കി നിർത്തിയിരിക്കുന്നതാണ്. ഇത് നമ്മള് പപ്പ തുണി ഇപ്പൊ കഴുകിയിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ കുടിവെള്ള സ്രോതസ് എന്ന് പറയാം. വാട്ടർ ടാങ്ക് ആണ് ഞങ്ങളുടെ. ഇനി വരുന്നത് ഈ ഒരു പോർഷൻ ആണ്. വീടിന്റെ ബാക്ക് സൈഡ്, അല്ലെങ്കിൽ എന്താ പറയാ, ഏകദേശം ഒരു ബാക്ക് സൈഡ് ആയിട്ടൊക്കെ വരും. ഈ ഒരു പോർഷൻ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ അച്ചാറ്, നമ്മൾ ചാമ്പയ്ക്ക അച്ചാറ് ഇട്ട സമയത്ത് ഈ മരം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മരം ഉണ്ട്. പിന്നെ അവിടെ ഒരു ശീമനെല്ലി മരം ഉണ്ട് കേട്ടോ. ശീമനെല്ലി ഉണ്ട്. ഇവിടെ ഒരു ചാമ്പ മുകളിൽ ഒത്തിരി നിപ്പുണ്ട്. നമുക്ക് കണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ കൊല്ലകൊല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പൊഴിയുത്. നല്ല ടേസ്റ്റ് ആണ്. നമ്മളിങ്ങനെ തേനും ഇങ്ങനെ ഡയറക്റ്റ് കഴുകത്ത് പോലും ഇല്ല. നമ്മളിങ്ങനെ വന്ന് പറിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കണ്ടോ, കൊല്ലയായിട്ട് നിൽക്കുന്ന ചാമ്പയ്ക്ക. നല്ല പുളിയാണ് കേട്ടോ ഈ സാധനത്തിന്. താഴെ ഒത്തിരി വരാറുണ്ട്, പക്ഷെ ഇപ്പൊ മുകളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രല്ല, അവിടെ ഉണ്ട് നമുക്ക്. ചാമ്പ മരം ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ നിറയെ കായ് കിട്ടാറുണ്ട് നമുക്ക്. പിന്നെ ഇവിടെ ഒരു ചീമനെല്ലി മരമുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കായും പൂവൊന്നും ഇല്ല. സീസൺ ആകുമ്പോ വരുമായിരിക്കണം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അധികം അങ്ങോട്ട് കാണാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ അമ്മ കൃഷി ചെയ്തിരുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. നമ്മൾ പണ്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. കാരണം ഇവിടെ കുറച്ച് കൃഷിയും ചീര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ കൃഷിയായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. ഈ സൈഡ് ഫുള്ള് പുല്ല് പിടിച്ച് കിടന്നത് നമ്മളൊന്ന്
വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതാ ഇവിടെ ഒരെണ്ണം. ഇതെന്താ അമ്മ? മത്തനാണ് കേട്ടോ ഇത്. ഇത് ഒരു നട്ടതല്ല, ഇഷ്ടമുള്ളത് പോലെയൊക്കെ അത് നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പൊടിക്കുമല്ലോ, അങ്ങനെ പൊടിച്ചു വന്നതാ. പിന്നെ ഒരു കറിവേപ്പില നിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഒരു മാവ് ഉണ്ട്, പക്ഷെ മാവിൽ ഇത്തവണയും നമുക്ക് പൂവൊന്നും ഇല്ല. അപ്പൊ ഈ സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. നോക്കാം. ഇവിടെ ഒരു സംഭവമാണ്. പണ്ട് ഇവിടെ ബാത്റൂം ആയിരുന്നു ആക്ച്വലി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആരും ഉപയോഗിക്കത്തൊന്നും ഇല്ലായിരുന്നു, ഒരു ബാത്റൂം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അകത്ത് എല്ലാവർക്കും ബാത്റൂം വന്നതിന് ശേഷം ഇതൊന്നും ഉപയോഗിക്കാതെ ആയി. അപ്പം കല്യാണം കഴിഞ്ഞ വന്ന സമയത്ത് വാഷിംഗ് മെഷീൻ ഞങ്ങൾ ഇവിടെയാണ് സ്ഥാപിച്ചത്. അപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീനാണ് ഇവിടെ. ആരും ഞെട്ടരുത്, വിറക് കൊള്ളികൾ, വിറക് പുരകൾ എന്നും പറയാം. വാഷിംഗ് ചെയ്യാനുള്ള എല്ലാ സാധനം എവിടെയാണ് വെച്ചത്. ഇത് തീ കത്തിക്കാനുള്ള വിറകാണ്. നനയാതിരിക്കാൻ വേണ്ടി തൽക്കാലം നാളെ രാവിലത്തേക്കുള്ളത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ബാക്കി പിന്നെ കണക്ഷനും കാര്യങ്ങളൊന്നും നോക്കണ്ട. എന്നിട്ട് കാണിക്കാൻ അവരെല്ലാരും കണ്ടു. അങ്ങോട്ട് പോയിട്ട് കാണിക്കുക. ഇതാണ് നമ്മുടെ കാർ വാഷറാണത്. അപ്പൊ അത് തുണി വാഷർ, ഇത് കാർ വാഷർ. ഓക്കെ, എല്ലാം വാഷറുകളാണ്. ഇതധികം ഒന്നും കാണിക്കല്ല, ഞാൻ പൂട്ടിക്കെട്ടാത്. ഓക്കെ കം, നമുക്ക് ഫ്രണ്ടിൽ പോവാം. ഗേറ്റ് തുറന്ന് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് കയറുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത്. ഫ്രണ്ട് ഡോർ ഇവിടെയാണ് വരുന്നത്. ഇത് നമ്മള് വേളാങ്കണ്ണി മേടിച്ചാട്ടോ. വേളാങ്കണ്ണി പോയ സമയത്ത് അന്ന് പർച്ചേസ് ചെയ്തതാണ് ഇത് രണ്ടും. ഡിസംബറിൽ ഞങ്ങൾ മെയിൻ്റെനൻസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് ഇവിടെ ഇരുന്നത് പടങ്ങൾ മാറ്റിയിട്ട് ഇത് വെച്ചായിരുന്നു. അപ്പം കർട്ടൻ നീക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിശാലമായ ഹോൾ എന്ന് പറയുന്നത്. വരും. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, ഞാൻ ആദ്യം ലൈറ്റ് ഇടാം. ജസ്റ്റ് നമ്മുടെ പ്രയർ സ്പേസ് കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രയർ സ്പേസ് എന്ന് പറയുന്നത്. ഇത് നമ്മള് മേടിച്ചെന്ന് പറയുന്നത് വെട്ടാട് പള്ളിയിൽ നിന്നാണ്. വെട്ടാടിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം മുതൽ വരെ ഇതായിരുന്നു മോളിൽ ഇരുന്നത്, മെയിനായിട്ട് ഇരുന്നത് മാതാവായിരുന്നു. ലൂർദ് മാതാവാണ് ഇരുന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് ഇപ്പം ക്രിസ്റ്റാജിന്റെ ഒരു സ്വരൂപം വെച്ചായിരുന്നു. പിന്നെ ഈ ഫ്ലവർ സെറ്റും നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത സമയത്ത് ഇവിടെ ഇരുന്ന ഒരു പഴയ ഫ്ലവർ സെറ്റ് ആയിരുന്നു. അത് മാറ്റിയിട്ട് പുതിയ ഫ്ലവർ സെറ്റ്. വേറെ വ്യത്യാസമൊന്നുമില്ല, പഴയ പോലെ തന്നെയാണ് നമ്മുടെ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രയറിന് എടുക്കുന്ന ബൈബിള്, പാട്ടുപുസ്തകം, പ്രാർത്ഥനാ പുസ്തകങ്ങള്, അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് വിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് വെച്ചാലും ഹെനി ബേബി എടുത്തിട്ട് പോകും. അതുകൊണ്ട് ആരും ഒന്നും ഇവിടെ വെക്കാറില്ല. ബൈബിള് മാത്രം അവൻ തൊടാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹോം തിയേറ്റർ. ഇത് നമ്മുടെ PS5. ഇതിന്റെ റിമോട്ടും കാര്യങ്ങളും ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഹെനി ബേബി ഭയങ്കര അലിമ്പാണ്, അതുകൊണ്ട്. പിന്നെ ഇവിടെ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചായന് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഒരു നമ്മുടെ ഫിഷ് കിടന്നതാണ്. ഫിഷ് ചത്തുപോയാലും പിന്നെ അത് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പോർഷൻ എല്ലാം കഴിഞ്ഞു. ഇനി വരുന്നത് ഇവിടെയാണ്. ഒരു ഫോക്കസ് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ഇവിടുത്തെ ഫാമിലിയിൽ അപ്പോഴും നമ്മുടെ ജൂഡുവിന്റെ പ്രായം അത്ര ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞായിരുന്നു, നല്ല കുഞ്ഞായിരുന്നു. ഇതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം പഴയ കുറച്ച് ഫോട്ടോസും ബാക്കി കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ എടുത്തു പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. 3 പേരുടെ ഫോട്ടോ ഉണ്ട്. ഇത് 2 വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. ഇത് ഞങ്ങളുടെ കല്യാണത്തിന് അവര് ചെയ്തു തന്നതാണ്. ഇതായിരുന്നു പപ്പയുടെ ചെറുപ്രായത്തിലെ ഫോട്ടോ കേട്ടോ. അമ്മ ഇതായിരുന്നു. ഇതും അതുപോലെ ഇവരുടെ കല്യാണ ഫോട്ടോ കേട്ടോ. കല്യാണ ഫോട്ടോയിൽ രണ്ടുപേരും ഭയങ്കര ചെറുതാണ്. ഞങ്ങൾക്ക് പിന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തോട് ഇച്ചായന് കുറച്ച് താടി വീശി കൂടുതൽ വന്നല്ലാതെ ഇച്ചായന് വലിയ വ്യത്യാസമൊന്നും ഇല്ല ആൾക്കും. എനിക്ക് പിന്നെ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയാറ്. എനിക്കറിയത്തില്ല, ചിലപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ടാവും. ഇനി
ഇത് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എല്ലാരും കൂടെ എടുത്തൊരു ഫോട്ടോയാണ്. എന്റെ ബ്രദറിന്റെ കല്യാണത്തിൽ എടുത്തൊരു ഫോട്ടോയാണ്. അത് നമ്മൾ വലുതായിട്ടൊന്ന് ഫ്രെയിം ചെയ്ത്, ഇത് മാറ്റ് ഫിനിഷ് ആട്ടോ ചെയ്തിരിക്കുന്നത് നമ്മള്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു കംപ്ലൈന്റും ഇതിന് പറ്റിയിട്ടില്ല. നല്ല അത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്നത് എന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്തതാണ്. ആ ഫോട്ടോസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് ആ ഫോട്ടോസ് ഒക്കെ. ഇനി ഇവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഒരു വയസ്സിന് മുന്നേ എടുത്ത ജൂഡുവിന്റെയും ഹെയ്നുവിന്റെയും ഫോട്ടോസ് ആണ് ഇതെല്ലാം ഒരു വയസ്സിന് മുന്നെയാണ്. ഇതും ഹെയ്നുവിന് ഒരു വയസ്സുള്ളപ്പോൾ എടുത്തതാണ്. ഒരു വയസ്സുള്ളപ്പോൾ എടുത്തതാണ്. അതിന് മുന്നേ ഉള്ളതാണ് ഇത് 7 മാസം ഉള്ളപ്പോഴാണ്. പിന്നെ 7 മാസമേ ഉള്ളൂ ഇത്. അതും അതുപോലെ തന്നെയാണ്, ഒരു വയസ്സിന് മുന്നേ ഉള്ളതാണ് അത് രണ്ടും. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഇതും ആ ബ്രദറിന്റെ കല്യാണത്തിന് എടുത്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ ഇച്ചായന് ഇഷ്ടപ്പെട്ട് തിരുഹൃദയത്തിന്റെ ഫോട്ടോ നമ്മൾ ഒരെണ്ണം മേടിച്ചതാണ്. ഇത് നമ്മൾ മേടിച്ചത് വെട്ടുകാടെന്നാണ്. വെട്ടുകാടെന്ന് പർച്ചേസ് ചെയ്തൊരു തിരുഹൃദയത്തിന്റെ ഫോട്ടോ കേട്ടോ. ഇത് മെയിൻ്റെനൻസ് ചെയ്ത സമയത്ത് പഴയത് മാറ്റിയിട്ട് നമ്മളിത് വെച്ചതേ ഉള്ളൂ. ഇത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്രദറിന്റെ കല്യാണത്തിന് എടുത്തതാണ്. അതിനെ ഫ്രെയിം ചെയ്ത് വെച്ചെന്നുള്ളൂ. വാഷ് ബേസിൻ ഏരിയ വരുന്നത് നമുക്ക് ഇവിടെയാണ് കേട്ടോ. ഇതിന്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സ്ഥിരം ഇവിടെ കിടക്കുന്ന പോലെ തന്നെയാണ്. ഇനി ആ സൈഡ് വരുമ്പോഴത്തേക്ക് 2 ഫോട്ടോ ഇരിപ്പുണ്ട്. ഒന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് തൊട്ടടുത്ത ഡിസംബറിൽ, ഞങ്ങളെ കല്യാണം നവംബറിലായിരുന്നു, ഡിസംബറിൽ എടുത്ത ഫോട്ടോ. കറക്റ്റ് 1 വർഷം കഴിഞ്ഞ് എടുത്ത ഫോട്ടോയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെയ്നും ഉണ്ട്. ഇത് 1 വർഷമല്ല 2 വർഷം കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോയാണിത്. അത് ഹെയ്നുവിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും പോർഷൻസ് ആണ് വരുന്നത്. നമ്മുടെ സെറ്റിയും ഡൈനിങ് ടേബിളും ഇവിടെയാണ്. ഡൈനിങ് ടേബിൾ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് ഇവിടെ തന്നെയാണ്. സോ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ദിവാങ്കോട്ട് വരുന്നുണ്ട്, 2 ചെയറും വരുന്നുണ്ട്. ദിവാങ്കോട്ട് ഇതിന്റെ പുറത്ത് ഹെയ്നു തുണി വെച്ചിരിക്കുന്നുണ്ടോ, അതിന്റെ ടവലാണ്. അത് നമ്മൾ ദിവാങ്കോട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ സിനിമ എന്തെങ്കിലും കാണുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ എല്ലാവരും സെറ്റിയിലും ചെയറിലും ഒക്കെ ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കാറ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്ന ഒരു ബെഡ്റൂം കാണാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഹെയ്നു ബേബിയുടെയും ഇറ്റാന്റെയും എന്റെയും എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. വേറെ സംഭവങ്ങളൊന്നുമില്ല. കയറി വരുന്നിടത്ത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന് എടുത്ത ഒരു ഫോട്ടോയാണ്. ഇത് എന്റെ ഫ്രണ്ട് ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റ് ചെയ്തതാണ് കല്യാണത്തിന്. അപ്പം പിന്നെ ഒരു ടേബിൾ വരുന്നുണ്ട് ഇവിടെ. ടേബിളിന്റെ താഴെ നോക്കണ്ട, ചപ്പലുകളുടെ കൂട്ടായ്മയാണ്. എല്ലാവരുടെ ചപ്പലും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക്, ഫയൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പുറത്ത് പിന്നെ മെഡിസിൻസ്, സ്പ്രേ, അങ്ങനത്തെ കാഷ്വലായിട്ട് നമ്മൾ എന്തൊക്കെ വെക്കുക അത് തന്നെ വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വരുന്നത് അലമാരയാണ്. അലമാര ആഡംബഭൂഷണിയാണ് എൻ്റെ അലമാര. ഇതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. ആനയുണ്ട്, മയിലുണ്ട്. ഇവിടെ 2 മയിലുണ്ട്. ഇവിടെ 2 ആനയുണ്ട്. മുകളിൽ പിന്നെ പൂച്ചട്ടിയൊക്കെ വെച്ച് എൻ്റെ പപ്പ ഗംഭീരമാക്കിയാണ് എനിക്ക് അലമാര തന്നിരിക്കുന്നത്. ആ അലമാരയാണിത്. ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇവിടെയാണ്. ഹെയ്നു ബേബിയുടെ മാത്രം വീട്ടിൽ ഇരുന്നത് മാത്രം ഇതിനകത്ത് വരുന്നുണ്ട്. പുറത്തിടുന്ന ഡ്രസ്സെല്ലാം നമ്മൾ ഹെയ്നുവിൻ്റെതും ഇതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബെഡാണിത്. ഇത് കിങ് സൈസ് ബെഡാണ് വരുന്നത്. ഞങ്ങളുടെ 3 പേരും ഇവിടെയാണ് കിടക്കാറ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മറ്റേ എന്താ വരുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഒരു AC ഉണ്ട്. പിന്നെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാൻ പറയുമായിരുന്നു ഈ സ്പേസിൽ നമുക്ക് ഒന്നും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വെച്ചത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ആയിരുന്നു. ഹെയ്ന് വന്നതിന് ശേഷം ഹെയ്ൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്തൊരു ഫോട്ടോ മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ സ്പേസ് അങ്ങനെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. വേറെ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഉള്ളത് AC കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം കൂടെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് കല്യാണത്തിന് മുന്നേ എടുത്ത ഫോട്ടോസാണ് ഇതെല്ലാം. എൻഗേജ്മെന്റിനും അല്ലാതെ ഞങ്ങൾ മീറ്റ് ചെയ്ത സമയത്തും എടുത്ത ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള 2 കൈ മാത്രം അവിടെ കാണാതിരിക്കും, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെയറും. പിന്നെ ഇതൊരു ഞങ്ങൾ ടൗലാണ് കേട്ടോ. ഇത് ഞങ്ങൾ തുണിയിടുന്ന ബാസ്ക്കറ്റാണ്. അത്രേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ വേറെ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. ഇവിടെ വരുന്നത് ടോയ്ലറ്റ് ആണ്. ഞങ്ങളുടെ കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ ബാഗ് ഒരാഴ്ചയായി കാണും കേട്ടോ, ചെന്നൈയിൽ നിന്ന് വന്നിട്ട്. ഇതുവരെ പെട്ടിയെടുത്ത് മുകളിൽ വെച്ചിട്ടില്ല. നമ്മള് മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എണ്ണ കളയാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ പെട്ടിയിലാക്കി നമ്മൾ സൂക്ഷിച്ചിരിക്കും. ഇതുണ്ടോ, ഇത്
ഹെയ്നു ബേബിയുടെ ബെഡാട്ടോ. കുഞ്ഞിലെ നമ്മള് ഫസ്റ്റ് അവൻ ജനിച്ച സമയത്ത് വാങ്ങിച്ചതാണ്. അത് പൊടിയടിക്കാതിരിക്കാൻ ഞാൻ ആ സെയിം കവറിലിട്ട് തന്നെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ബെഡ് ഇരിപ്പുണ്ട്. ഹെയ്നുവിന്റെ ഫസ്റ്റ് ജനിച്ച സമയത്തുള്ള ഒരു ആദ്യത്തെ 3 മാസം ഉപയോഗിച്ച ഡ്രസ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ എന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ റൂമില് വലിയ സംഭവമൊന്നും അല്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം. കുറച്ച് ശബ്ദം താഴ്ത്തി പറയാണ്, ഹെയ്നു ഉറക്കമാണ് കേട്ടോ. ഇതാണ് പപ്പയുടെ അമ്മയുടെ റൂം എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡ് ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. പപ്പയുടെ അമ്മയുടെ പേഴ്സണൽ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇരുന്ന് കണ്ടിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ എല്ലാവരും കിടക്കാൻ പോകുന്ന സമയത്ത് പപ്പയമ്മ ഇവിടെ വന്നിരുന്ന് ചില ദിവസങ്ങളിൽ TV കാണാറുണ്ട്. അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടെയാണ് അവരുടെ ബെഡ് വരുന്നത്. ഇവിടെ ഒന്നും സ്ഥാപിച്ചിട്ടില്ല കേട്ടോ. ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് രണ്ടുപേരും ചുവരൊക്കെ നല്ല വൃത്തിയാക്കിയാണ് സൂക്ഷിക്കുന്നത്. ഈ റൂമായിരിക്കും ഈ വീട്ടിലെ ഏറ്റവും നല്ല വൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അവരുടെ അലമാര കേട്ടോ. ഇതിന്റെ പുറത്ത് ഇതൊക്കെ ഇനി അമ്മ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. കാരണം ഇതിന്റെ പുറത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത്, അവരുടെ പേഴ്സണൽ യൂസ് സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അതിനകത്താണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതൊരു അലമാരയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊരു അലമാരയാണ്. സീരിയസ്ലി പറയുന്ന ഒരു അലമാരയാണ്. ഇത് തുറന്നു കാണിക്കുന്നില്ല, എന്നാ പിന്നെ നിങ്ങൾ അന്തം വിടും. അതുകൊണ്ട് നമ്മൾ തുറന്നു കാണിക്കുന്നില്ല. ഇതൊരു അലമാരയാണ്. ഇതിന്റെ അടിയിൽ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് പൊടിയടിക്കാൻ, അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇതൊരു സ്റ്റാൻഡാണ്, ഡ്രസ്സിംഗ് റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ്. ഇത് അവരുടെ ടോയ്ലറ്റ് ആണ് വരുന്നത്. ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ്. ഇതില് അത്യാവശ്യം കഴുകാനുള്ളതും കഴുകിയതും എല്ലാം ഉണ്ടാവും ഇതില്. അപ്പൊ നമ്മൾ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. ഈ റൂമില് കാര്യപ്പെട്ടതായിട്ട് നമുക്കൊന്നും പറയാനൊന്നുമില്ല. ഒരു സിമ്പിൾ റൂം, അത്രേ പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ പോരാ, ഇതായിരിക്കും ഗസ്റ്റ് റൂം എന്നൊക്കെ നമുക്ക് പറയാം. അത് മാത്രല്ല, ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാലും പോരാ, ടോയ് റൂം എന്ന് പറയേണ്ടി വരും. നമ്മുടെ വർക്കിംഗ് റൂമും ഇവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പോ ഇതാണ് ഹീനു ബേബിയുടെ ടോയ്സ്. ഇത്രയും മാത്രമല്ല, ഒരു 4 പെട്ടി അവൻ കാണാതെ തന്നെ എല്ലാം കൂടെ പെട്ടിക്കകത്താക്കി നമ്മൾ ടെറസിന്റെ മുകളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാത്രമല്ല കേട്ടോ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആണ് ടോയ്സ് ആണ്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ബെഡ് ഉണ്ട്. എപ്പോ വേണേ കിടക്കാം, ആർക്ക് വേണേ കിടക്കാം എന്നുള്ള രീതിയിൽ ഒരു ബെഡും 3 തലയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ ഒരു ബേബി ചെയർ അവിടെ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഒരു ചെയർ ഉണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ബാഗ് ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ വെച്ചെന്നേ ഉള്ളൂ. അത് ആരെങ്കിലും അത്യാവശ്യം ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ടേബിളാണ്. ഞാനോ ഇച്ചായനോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് ഹെയ്നു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മള് ഫ്രണ്ടില് മെയിൻ ആയിട്ട് കൊടുത്തിരുന്ന ഒരു ഇതായിരുന്നു, ഫ്ലക്സ് ആയിരുന്നു. അത് ഞങ്ങൾ ഇളക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് ഒട്ടിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് ഹെയ്നുവിന്റെ ഇപ്പൊ ബർത്ത്ഡേക്ക് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിൽ കണ്ട നച്ച് കൊടുത്ത അത് എന്നെ കൊണ്ട് ഒട്ടിച്ചതാണ്. അപ്പോ ഇവിടെ നിന്നാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ റൂമിൽ അത് മെയിൻ ആയിട്ട് പറയാനൊന്നുമില്ല. ഇത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്. അവിടെയാണ് കൂടുതലും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർഷം ചെയ്തത്. നമുക്ക് അവിടെ കാണാം. ഹാളിന്ന് ഈ പോർഷനിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ എത്ര പോർഷനിലാണ് നമ്മുടെ കിച്ചണിൽ പോകുന്ന എൻട്രൻസ് വരുന്നത്. സോ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത്, ഇതിനകത്ത് നമ്മൾ ഈ അടിയിലെ പോർഷൻസ് എല്ലാം മറച്ചിട്ടുണ്ട്. സംഭവം ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ആണ്. അപ്പൊ അമ്മയും ഞാനും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരു 3-3.5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാല്. കാരണം നമ്മുടെ കയ്യിൽ എക്സ്പെൻസ് നിൽക്കുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനങ്ങ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. വലിയ സംഭവമൊന്നുമില്ല. ഇതില് അഡീഷണൽ ആയിട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പാത്രങ്ങൾ വെക്കാനുള്ളൊരു പോർഷൻ നമ്മൾ ചെയ്തു. പ്ലസ് പ്ലേറ്റ് വെക്കാനുള്ള ഒരു പോർഷൻ കൂടെ ചെയ്തു. ഞാൻ 2 പോർഷൻ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അഡീഷണൽ ഒരു സ്റ്റാൻഡ് കൂടെ ഇവിടെ ചെയ്തെടുത്തു. ഇതിന്റെ അടിയിൽ ഉള്ളിയും വെക്കാം, കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിക്കും എന്നുള്ള ഉദ്ദേശത്തില്. പിന്നെ ഇത് നമ്മുടെ
ഓവനാണ്. ഇത് ആക്ച്വലി ചേച്ചിയുടെ വീട്ടിലിരുന്ന ഓവനാണ് കേട്ടോ. അവര് UK പോയ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് എടുത്തന്നേ ഉള്ളൂ. നമുക്കിപ്പോ ഭയങ്കര ഉപയോഗമുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ മുകളിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഗ്ലാസ്, ജ്യൂസസ് കുടിക്കുന്ന ഗ്ലാസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് കുറച്ച് പാത്രങ്ങൾ അങ്ങനെ വെക്കും. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നമ്മളെ പൊടികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പാത്രം നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവിടെ മിക്സിയുടെ ജാറ്, സ്പൂണുകളൊക്കെ നമ്മൾ ഇവിടെയാണ് വാഷിംഗ് ഏരിയ വരുന്നത്. നമ്മുടെ വാഷിംഗ് ഏരിയ. പിന്നെ ഇതാണ് നമ്മുടെ ഗ്യാസ് വരുന്നത്. ഈ 2 പാത്രവും വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നത് കുടിക്കാൻ. 2 പാത്രത്തിലും വെള്ളം വേണം. ചിലപ്പം തികയത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മുടെ ചിരവ് വരുന്നത് ഇവിടെയാണ്. ഈ പാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് അവിടെയാണ് ചിരവ്, ചിരണ്ട തേങ്ങ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് ഇവിടെയാണ്. ഫ്രിഡ്ജിന്റെ മുകളിലോട്ടൊന്നും കാണിക്കണ്ട, കാരണം കുറേ സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ഫ്രിഡ്ജാണ്. ഇത് പഴയ ഫ്രിഡ്ജാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഇരിക്കുന്ന ഫ്രിഡ്ജാണ് കേട്ടോ. നല്ല സാധനമാണ് കേട്ടോ, സാംസങ് കമ്പനിയുടെ നല്ല സാധനമാണ്. ഒരു ടവല് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ട് ഇത് തൂക്കിയിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേറെ തൂക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണിത്. ഇവിടെ നിൽക്കുന്നവർക്ക് ആരായാലും, അമ്മയാണോ ഞാനാണോ ആർക്കെങ്കിലും, നമുക്ക് കൈ തുടയ്ക്കാൻ ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഒരു ടവല്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ നോക്കണ്ട, ഫുള്ള് വിറക് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ വെയിറ്റ് ഒന്നും കാണത്തില്ല, പഞ്ചായത്ത് തന്ന ബക്കറ്റ് ആണ് കേട്ടോ. 2 തന്നായിരുന്നു. ഒരെണ്ണം ഹീനു അടിച്ച് മാറ്റിയിട്ട് അതിനകത്ത് മൊത്തം ടോയ് വാരിട്ടിരിക്കണം. പഞ്ചായത്തിന് ആള് വരുമെന്ന് അറിയില്ല ഈ വീഡിയോ കണ്ടിട്ട്. ഈ വീഡിയോ കണ്ടിട്ട് പഞ്ചായത്തിന് ആള് വന്നിട്ട് ആ ബക്കറ്റ് എടുത്തോണ്ട് പോകുന്ന എനിക്കറിയത്തില്ല. ഇതിൽ ഒരു ബക്കറ്റേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് അമ്മയുടെ തയ്യൽ മെഷീൻ ആട്ടോ. ഞാൻ പൊക്കി വേണമെങ്കിൽ കാണിച്ചില്ല, കണ്ടു ഞങ്ങൾ ബോധം കൊണ്ട് വീഴും. ഇതിൽ ഇനി തുരുമ്പടിക്കാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. എന്നാലും അമ്മ തയ്ക്കും. കണ്ട ഇതുണ്ടോ, അപ്പം മേടിച്ചെന്ന് ചെറുകിഴങ്ങ് ഒരു 2 മാസമായിരിക്കണം മുളയ്ക്കാനിട്ടത്. ഇതുവരെ മുളച്ചില്ല. ഇതിൽ കുഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുളയ്ക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തുമില്ല. പിന്നെ നമ്മൾ ഒരു മാസത്തെ സാധനം എടുക്കുമ്പോൾ അഡീഷണൽ വരുന്ന സാധനങ്ങൾ നമ്മൾ വെക്കുന്നത് ഇവിടാണ്. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഈച്ച പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേട്ടൻ നിന്നത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിസരത്തോട്ട് കയറാൻ പോകത്തില്ല. ഈച്ചയാണെങ്കിൽ പിന്നെ പോകുന്നതാണോന്ന് എനിക്കറിയത്തില്ല, ഈ മണത്തിന്റെ ശല്യം കാരണം പോകുന്നതായിരിക്കും. അങ്ങനെ പോകുന്നതാണേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അവിടെ ഒരു പുതിയ അതിഥിയെ കാണിക്കാൻ നമ്മൾ മറന്നുപോയി. ഇവിടെ നമുക്കൊരു കിളിയുണ്ട്. ഈ കൂടിനൊരു പ്രത്യേകത ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു കിളിയെ കിടക്കത്തുള്ളൂ. രണ്ടാമതൊരു കിളി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകും, ഉറപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കിളിയെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് നോക്കാം. ഞങ്ങളൊരു 4 തവണ വേറൊരു കിളിയെ വാങ്ങിച്ചിട്ടിട്ട് ഇതുവരെ അത് നമുക്ക് എന്താ പറയാ നേരെ കിട്ടിയിട്ടില്ല. ആ കിളികളെല്ലാം ചത്തുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ടിട്ടില്ല. പിന്നെ ഇവിടെ വരുന്നത് സർഫോടി, നമ്മുടെ വിമ്മിന്റെ നമ്മുടെ എന്താ ഏരിയൽ ലിക്വിഡ്, തിന, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ. ഇതാണ് ഫുള്ള് വരുന്നത് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഈ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് പല ലൊക്കേഷൻസ് മനസ്സിലായിട്ടുണ്ടാവും, കാരണം മിക്ക ലൊക്കേഷൻസിൽ നിന്നിട്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 10K അടുപ്പിച്ച് നമ്മുടെ വീഡിയോസ് ആവാറായി. അപ്പം 10K ആവണമെങ്കിൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഇനി വേണ്ടത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക് യു. അപ്പോൾ ബൈ.